കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 ചോദിച്ചിട്ടുള്ള പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7, ശ്രീമതി പ്രിട്ടം ഹാസ് ടു പേ ₹50,000 ആസ് അഡ്വാൻസ് ടാക്സ് ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ 2023-24. She deposited ₹12,500 on 10th June 2022 as advance tax. Explain how much and on what date she has to pay the balance amount. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ അറിയേണ്ടത് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ നിലവിലുള്ളത് മാറ്റമുണ്ടാകും. അപ്പൊ നിലവിലുള്ള വെച്ചിട്ടല്ല നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ വന്നതിനെ അനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഓരോ വർഷവും ചെയ്യുന്നതിനനുസരിച്ച് ഏതാണോ അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ മാറ്റിയതിനു ശേഷം വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഡ്വാൻസ് ടാക്സ് കാൽക്കുലേഷനിൽ അറിയേണ്ടത് ഡേറ്റുകളാണ് അറിയേണ്ടത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഡേറ്റ് വരുന്നത് എപ്പോഴാണ്? 15th ജൂൺ ആണ് വരുന്നത്. എല്ലാ ഫിനാൻഷ്യൽ ഇയറിലെയും 15th ജൂണിലാണ് ഫസ്റ്റ് പേയ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, 15th ജൂണിൽ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത് എത്രയാണ്? 15% ആണ് പേയ്മെന്റ് നടത്തേണ്ടത്. അപ്പൊ ടോട്ടലി കണ്ടു കഴിഞ്ഞാലും അവിടെ 15% ആണ് ടോട്ടലി നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്തത് വരുന്നത് ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ്. അപ്പൊ സെപ്റ്റംബർ 15 അടുത്ത ഡേറ്റ് വരുന്നത്. സെപ്റ്റംബർ 15 നമ്മൾ അടക്കേണ്ടത് എത്രയാണ്? 30% ആണ് ടാക്സ് അടക്കേണ്ടത്, അഡ്വാൻസ് ടാക്സ്. അപ്പൊ ഇവിടെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ എത്ര വരും? 45. അതായത് ഈ 15ഉം ഈ 30 കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വരും? 45% ടോട്ടലി സെപ്റ്റംബർ 15 ആകുമ്പോഴേക്ക് അടക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ് നെക്സ്റ്റ് മാസം വരുന്നത്. 15th ഡിസംബർ. ഓക്കെ, അതായത് 15th ഡിസംബറിൽ നമ്മൾ അടക്കേണ്ടത് 30% ആണ്. അതായത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? 75. ഈ 45ഉം 30ഉം കൂട്ടി കഴിഞ്ഞാൽ 75% വരും. നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് എപ്പോഴാണ്? 15th മാർച്ച് ആണ്. ഓക്കെ, 15th മാർച്ചിന് അടക്കേണ്ടത് നമ്മൾ എത്രയാണ്? 25% ആണ് അടക്കേണ്ടത്. അതായത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും? 100%ലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്വാൻസ് ടാക്സ് കാൽക്കുലേഷനിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്, ഏത് മാസം ഏത് ഡേറ്റ് എന്നുള്ളത്. ഓക്കെ, ആദ്യം വരുന്നത് 15th ജൂൺ ആണ്. ഓക്കെ, അതായത് നമ്മൾ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക ഫിനാൻഷ്യൽ ഇയർ, ഏപ്രിൽ, മെയ്, പിന്നെ ജൂണ്. അപ്പൊ ജൂൺ 15. ഇനി ജൂണ് കഴിഞ്ഞാല് ജൂലൈ, ഓഗസ്റ്റ്, പിന്നെ വരുന്നത് സെപ്റ്റംബർ. ഓക്കെ, ഇത്തരത്തിൽ 3 മാസം കൂടുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പേയ്മെന്റ് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് നടത്തേണ്ടത്. 3 മാസം കൂടുമ്പോൾ 15 ഡേറ്റ് വെച്ചുകൊണ്ട് ഇനി 15, 30, 30, 25 ടോട്ടലി വരുമ്പോൾ 15, 45, 75, 100. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇയാള് ഈ പ്രിട്ടം എന്ന് പറയുന്ന വ്യക്തി അടക്കേണ്ടത് എത്രയാണ്? 50,000 ആണ് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് നടത്തേണ്ടത്. ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് നടത്തേണ്ടത് 50,000 ആണ് ടോട്ടലി അടക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? 10/6/2022 10/6/2022 എത്ര പേയ്മെന്റ് നടത്തുന്നുണ്ട്? 2022 ഇയാൾ 12,500 പേയ്മെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, 12,500 പേയ്മെന്റ് നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 12,500 ആണ് ഇയാൾ അടക്കുന്നത് 10/6. ശരിക്കും ഇയാൾ 15 ജൂണിലായിരുന്നു അടക്കേണ്ടത്. 15 ജൂണിന് 15% മാത്രമേ അടക്കേണ്ടതുള്ളൂ. പക്ഷെ ഇയാൾ 12,500 അടച്ചിട്ടുണ്ട്. അതായത് ടോട്ടലി നമ്മൾ പറയുമ്പോൾ ഇവിടെ എത്രയായിട്ട് മാറും? 12,500ലേക്ക് വരും. ശരിക്കും ഇവിടെ 15% അടക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ 15% കൂടുതൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? പേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ രീതിയിൽ കൊടുത്താൽ മതി. ഓക്കെ, 10/6/2022 12,500 പേ ചെയ്യുന്നു. അപ്പൊ ടോട്ടലിന്റെ കോളത്തിലും എത്ര വരും? 12,500 വരും. ഇനി നെക്സ്റ്റ് ഡേറ്റ് എപ്പോഴാണ് വരുന്നത്? സെപ്റ്റംബർ 15 ഡേറ്റ് വരിക. സെപ്റ്റംബർ 15 ആവുമ്പോഴേക്ക് ഇയാള് അടക്കേണ്ടത് എത്രയാണ്? 50,000ന്റെ എത്ര ശതമാനം അടക്കണം? 45% ഇയാള് സെപ്റ്റംബർ 15 ആവുമ്പോഴേക്ക് അടക്കണം. ഓക്കെ,
ഇതിന്റെ 45% കണ്ടാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 22,500 ആണ്. ഓക്കെ, 22,500 ആണ് 45% വരുന്നത്. എന്ന് പറഞ്ഞാല് ഇയാള് 12,500 ഓൾറെഡി ഇവിടെ ജൂണിൽ അടച്ചിട്ടുണ്ട്. ഇനി എത്ര അടക്കേണ്ടി വരും? 10,000 മാത്രമേ സെപ്റ്റംബറിൽ അടക്കേണ്ടതായിട്ട് വരും. ശരിക്കും 30% ആണ് സെപ്റ്റംബറിൽ കാണേണ്ടതെങ്കിലും നേരത്തെ ഓൾറെഡി നമ്മൾ എക്സസ് ആയിട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ ബാലൻസ് 10,000 മാത്രം കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 22,500 45% സെപ്റ്റംബർ 15 ആകുമ്പോഴേക്ക് അടക്കേണ്ടത്. ഇനി അടുത്ത ഡിസംബർ 15 ആകുമ്പോഴേക്ക് അടക്കേണ്ടത് എത്രയാണ്? ഇതിന്റെ 50,000ന്റെ 30% കാണണം നമ്മൾ. 50,000ന്റെ 30% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15,000 ആണ്. ഈ 15,000 ആണ് അടക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000ഉം 22,500ഉം ടോട്ടൽ ഡിസംബർ 15 ആകുമ്പോഴേക്ക് 75% ഇയാള് അടക്കണം. അതായത് എങ്ങനെ വരും? 37,500 ടോട്ടൽ ഇയാള് അടക്കേണ്ടതായിട്ട് വരും. ഇനി 15th മാർച്ചിൽ ഇയാൾ അടക്കേണ്ടത് എത്രയാണ്? 25% ആണ്. അതായത് 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ 25% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12,500 എന്ന് കിട്ടും. അതായത് ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാല് 100% മാറും മാർച്ച് 15 ആകുമ്പോഴേക്ക്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 10/6/2022 12,500 ഓൾറെഡി അടച്ചത് കൊണ്ടാണ് നമ്മൾ ആ 15 ജൂണിൽ അവിടെ കാണിക്കാത്തത്. പക്ഷെ 15 ജൂണിൽ ഇയാൾ അടക്കേണ്ടത് എത്രയായിരുന്നു? ടോട്ടലി അടക്കേണ്ടത് 15% ആണ്. പക്ഷെ അതിൽ കൂടുതൽ 25% ഇയാൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 10,000 ആയിട്ട് മാറിയത്. ശരിക്കും ഇവിടെ 30% 15,000 ആണ് അടക്കേണ്ടത്. ഓൾറെഡി എക്സസ് 5,000 അടച്ചത് കൊണ്ടാണ് ഇവിടെ 10,000 ആയിട്ട് മാറിയത്. അപ്പൊ ഇതേ രീതിയിലാണ് അഡ്വാൻസ് ടാക്സ് കാൽക്കുലേഷൻസ് വരുന്നത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.